രാവിലെ മുതൽ തന്നെ നിരവധി, അതായത് കരൂരിനൊഴികെ ദിണ്ടിഗൽ അടക്കമുള്ള സമീപ ജില്ലകളിൽ നിന്നടക്കം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ വിജയുടെ റാലിയിലേക്ക്, പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. മാത്രമല്ല, ജില്ലയുടെ പുറത്ത് നിന്ന്, സംസ്ഥാനത്തിൻ്റെ പുറത്ത് നിന്നടക്കം ആളുകൾ ഇത്തരത്തിൽ പരിപാടിയിലേക്ക് എത്തിയിരുന്നു. അതായത് മലയാളികൾ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പാലക്കാട് നിന്നും ഇന്നലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആൾ തന്നെ ചേരുന്നുണ്ട്. ഇന്നലെ വിജയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. വളരെ ഭയങ്കര തിരക്കായിരുന്നു. ആളുകളുടെ സ്ഥലപരിമിതികൾ വളരെ കുറവായിരുന്നു. അതിനൊരു ഭാഗമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം. കുറച്ചുകൂടെ സ്ഥലമുള്ള ഏരിയയിൽ പരിപാടി പങ്കെടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാവിലെ മുതൽ ആളുകൾ വന്നു തുടങ്ങി? രാവിലെ മുതൽ നമ്മൾ പോയിരുന്നില്ല. നമ്മൾ 4 മണിക്കാണ് പോയിരുന്നത്. രാവിലെ മുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ എത്ര ജനങ്ങളുണ്ടായെന്ന് നമുക്കറിയില്ല. നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ പുള്ളി പുറത്ത് ആ സമയത്താണ് വരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് പുള്ളി കൊടുത്തിട്ടുള്ളൂ. പുള്ളി കയറുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര തിരക്ക്, ക്രൗഡ് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് 3 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു വിഷയം ഉണ്ടായി. പറഞ്ഞാൽ ആ ഒരു ആംബുലൻസ് വന്നു. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര തിരക്ക് കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് മാറുമ്പോൾ ആളുകൾ വീഴും. അങ്ങനെ വീഴ്ചകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ആളുകൾ പരിക്കുകൾ ഏൽക്കുന്നത്, കുറച്ച് ആളുകൾ തളർന്ന് വീണു. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ആംബുലൻസ് കുറേയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ആ ഒന്നാം സ്ഥലം പിന്നെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ ചെറിയ ലാത്തി ചാർജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭാഗങ്ങളായിട്ട് വളരെ ക്രൗഡ് അവിടെ സംഘടിച്ചിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രദേശത്ത് സന്ദർശിച്ചപ്പോൾ കണ്ടത് റോഡിന് ഇരുവശത്തും വലിയ രീതിയിൽ ഫ്ലക്സുകൾ താമസിച്ചിരുന്നു. ഫ്ലക്സുകളിൻ്റെ അപ്പുറത്തും സ്ഥലം വളരെ കുറവായിരുന്നു. ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ സ്ഥലം ഉണ്ടായിരുന്നു. കുറേ ആളുകൾ, കുട്ടികളെ കൊണ്ടുപോയ ആളുകൾ, ഒരുപാട് ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ആളുകൾ ഈ പരിപാടിയെ കാണാൻ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിജയ് കാണാൻ വേണ്ടി വന്നു തന്നെയാണ്. അല്ലാണ്ട് വേറെ ഇപ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പുള്ളിയെ കാണാൻ വേണ്ടി വന്നു തന്നെയാണ്. പുള്ളി കുറച്ചുകൂടെ മുമ്പ് തന്നെ പുള്ളിയെ കണ്ടിരുന്നെങ്കിൽ കുറേ എത്ര തിരക്കുണ്ടായില്ല. പുള്ളിയെ കാണാൻ ആരും അനുമതി കൊടുക്കാത്തതാണ് ആവാമെന്നാണ് ഞാനിവിടെ എല്ലാവരും പറയുന്നത് കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സത്യസന്ധമെന്നാണ് നമുക്കറിയില്ല. ഇത് സത്യസന്ധമായിട്ട് സ്ഥലപരിമിതി തന്നെയാണ് അതിൻ്റെ ഒരു ആരോപണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മരണം ആദ്യമായിട്ട് സംഭവിക്കുന്നു. 100% എന്നായിരിക്കും ഞാൻ കരുതുന്നത്. ഞാനിപ്പോൾ കരൂര് വന്നിട്ടിപ്പോൾ ഒരു 3-4 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. എൻ്റെ വൈഫോടെ ജോലി ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. ഞാൻ ഇതുവരെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായില്ല. ഇവരുടെ തിരുവിഴ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം പോലും ഇത്ര ഒരു പ്രളയം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.